ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു സേവ് ഫ്രം ദ കാർബൺ സിന്നിൻ്റെ പ്രധാന സംഭവം. നമ്മൾ ഹൗ ടു കട്ട് ദ വേസ്റ്റ് ആൻഡ് ഹൗ ടു സേവ് ദ എർത്ത്. പ്ലാസ്റ്റിക് ഒരു പൊല്യൂഷനാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അത് വാങ്ങുന്നത് തടുക്കുക. അതിന് പകരം അതിന് പറ്റിയ വേറെ എന്തെങ്കിലും മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങുക. അതായത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഒരു സ്റ്റീൽ ബോട്ടിൽ വാങ്ങുക. അത്തരം റീപ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്യണം. രണ്ടാമത് കാര്യം, നമ്മൾ വീട്ടിനകത്ത് എവിടെയെല്ലാം ഇലക്ട്രിക് ലാമ്പ് ആവശ്യമില്ലാതെ കത്തുന്നു അതെല്ലാം ഓഫ് ചെയ്യണം. AC ആവശ്യത്തിന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുക. അനാവശ്യമായി കാണുന്ന ലൈറ്റുകൾ എല്ലാമേ വന്ന് ഓഫ് ചെയ്യുക. ആവശ്യമില്ല ഉള്ള സ്ഥലങ്ങളിൽ LED ആയിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതേമാതിരി വേസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഉള്ള വഴികൾ എന്തെല്ലാം കണ്ടെത്തുക. ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞ് തരം തിരിക്കുക. സോ ഡ്രൈ വേസ്റ്റിൽ വരുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സ്, അനാവശ്യമായ പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു മരത്തിനെ മുറിച്ചാണ് അത് പേപ്പറായി വരുന്നത്. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് പേപ്പർ അവോയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ നോക്കണം. ടെക്നോളജി ഡെവലപ്മെൻ്റ് ആയതുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയും. വീട് വൃത്തിയായും ശുദ്ധിയായും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളും ഒരു ആട്രിബ്യൂട്ട്. നമ്മൾ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത്, ഹെൽത്തിൻ്റെ കാര്യങ്ങൾക്കും അത് പ്രയോജനമായിരിക്കും. നല്ല ക്ലീനിങ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് വീട് വൃത്തിയാക്കിയും ശുദ്ധീകരിച്ചും വെക്കണം. അനാവശ്യമായ സാധനങ്ങൾ സ്റ്റാക്ക് ചെയ്യുന്നതെടുത്ത് പെർഫെക്റ്റായി സ്റ്റാക്ക് ചെയ്യണം. പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ അത് സ്റ്റാക്ക് ചെയ്യണം. വീടിനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മാഗസിൻ നമ്മൾ വന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ലൈബ്രറികളിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ലൈബ്രറി വഴി വായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കണം ആവശ്യമില്ല. റെൻറ്റിങ്ങിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇന്നുണ്ട്. അത് റെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് എല്ലാമേ വന്ന് ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് ആവശ്യമുള്ളത് റെൻറ്റിന് കിട്ടുകയാണെങ്കിൽ അത് റെൻറ്റിന് വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ഇത്തരം രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ് നമ്മളെ ഈ പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. ഈ പാപം നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാപം മാറുമ്പോൾ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ, പ്രകൃതിക്ക് ഒരു ശാന്തി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിൽ അതിൻ്റെ റിഫ്ലക്ഷനും കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല ചരിത്രങ്ങളും പല ബിസിനസ്മാന്മാരുടെയും ചരിത്രങ്ങളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മാതിരി വളരെ വൈകിയാണ് ഇത് ചിന്തിക്കണമെങ്കിലും ഇനിയെങ്കിലും നമ്മൾ പെട്ടെന്ന് അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കാൻ നോക്കണം. സോ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മൾ രൂപാന്തരപ്പെടുത്തി കട്ട് ദ വേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വേസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എവിടെയാണ് വേസ്റ്റ് ഉൽപ്പാദനമാകണം എന്നുള്ളതാണ് മെയിൻ. അത് കഴിഞ്ഞ് ആ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നത് അടുത്ത പ്രക്രിയയായി. സോ വേസ്റ്റ് ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഡിസ്പോസലിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ അത് കണ്ടെത്തുന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തി. ഞാൻ ഈ പറഞ്ഞ മാതിരി വാങ്ങണം എന്നില്ല, നമുക്ക് വാടകയ്ക്കും വാങ്ങി ഉപയോഗിക്കാൻ കഴിയും. അനാവശ്യമായ സാധനങ്ങൾ വീട്ടിൽ വരുത്തി സ്ഥലത്തിനെ വന്നിട്ട് നമുക്ക് മുടക്കുന്നതിനേക്കാൾ നല്ലത് ഉപയോഗിക്കുക, തിരിച്ചു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സർക്കുലേറ്റിംഗ് ലൈബ്രറി ഉണ്ട്, പുസ്തകങ്ങൾ വായിക്കുക, തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുസ്തകം അവിടെ കിടന്ന് പിന്നീട് അത് പേപ്പർ വേസ്റ്റായിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ആ രീതിയിൽ അത് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് അവരവർ ചിന്തിച്ച് അവരവരത് പ്രവർത്തിക്കുക. ബട്ട് ബേസിക്കലി നമുക്ക് ഒന്നേ ഉള്ളൂ, കട്ട് ദ വേസ്റ്റ്.